ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. അവിടെ അസൂയയില്ല, അവിടെ കുറ്റം പറച്ചിലില്ല, അവിടെ പരിഹാസമില്ല, അവിടെ കളിതമാശയില്ല, അവിടെ സ്തുതിയും സ്തോത്രവും സ്നേഹവും മാത്രമേ ഉള്ളൂ. ഒരു കുടുംബവും അങ്ങനെ തന്നെ ആയിരിക്കണം. ദൈവമക്കളുടെ കൂട്ടവും അങ്ങനെ തന്നെ ആയിരിക്കണം. ദൈവമക്കൾ ഒരുമിച്ചിരിക്കുമ്പോൾ അതൊരു അനുഗ്രഹിക്കപ്പെട്ട ഒരു അവസ്ഥയായിരിക്കും. ഇപ്പോൾ നാം ദൈവമക്കളെല്ലാം ഒരുമിച്ചിരിക്കുന്നു. വെറുതെ ആരാധനയില്ല, സ്തുതിയില്ല, പാട്ടില്ല, ഒന്നുമില്ലാതെ തന്നെയും ഇങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കാൻ ദൈവമക്കൾക്ക് കഴിഞ്ഞാൽ പോലും അതൊരു ബ്ലെസ്സിങ് ആണ്. വെറുതെ ഇരിക്കാൻ പോലും ദൈവമക്കൾ പ്രാക്ടീസ് ചെയ്യണം. ദൈവസന്നിധിയിൽ വെറുതെ ഇരുന്നാലും അതിലൊരു ബ്ലെസ്സിങ് ഉണ്ട്. ദൈവസന്നിധിയിൽ വെറുതെ ഇരുന്നാലും അതിലൊരു ആശീർവാദമുണ്ട്. അവിടെ ഒരു ദൈവ സാന്നിധ്യം വ്യാപരിക്കും. ആർക്കത് കിട്ടും? ഈ സത്യം തിരിച്ചറിഞ്ഞ് അത് ഗ്രഹിച്ച മക്കൾക്ക് മാത്രം അത് കിട്ടും.